നമസ്കാരം. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ തീർച്ചയായും മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊരു പകരക്കാരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇപ്പോൾ നടപ്പിലുള്ളത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെ ഏതാണ്ട് പകരക്കാരായി തന്നെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെടും താമസിയാതെ എന്നുള്ള കാര്യത്തിൽ ഏറെ സംശയമൊന്നും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലുകളുണ്ട്, ഇൻ്റർനെറ്റുണ്ട്. ഇതെല്ലാം ഏതൊരു സാധാരണക്കാരനും ഈ ആക്സസബിലിറ്റി എന്ന് പറയുമല്ലോ, ലഭ്യത എന്ന് പറയുമല്ലോ, ഏതൊരു സാധാരണക്കാരനും ഇതൊക്കെ ലഭ്യമാണെന്ന്, സുലഭമായി തന്നെ ലഭ്യമാണ്, അല്ലെങ്കിൽ സരളമായി തന്നെ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പകരക്കാരാകുമ്പോൾ അവർ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്, അല്ലെങ്കിൽ ചില ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പകരക്കാരാവുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ പല സ്വാധീനങ്ങളിലും സമ്പത്തിൻ്റെ വലയങ്ങളിലും ഒക്കെ പെട്ട് മറച്ചു വയ്ക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാതെ വിട്ടുകളയുന്ന, അല്ലെങ്കിൽ പ്രാധാന്യം നൽകാത്ത വാർത്തകളും അറിവുകളും സാമൂഹ്യ മാധ്യമങ്ങൾ യാതൊരു തടയും മറയുമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവയുടെ പ്രസക്തി വർദ്ധിക്കുവാനുള്ള ഒരു കാരണമെന്നല്ല, ഏറ്റവും പ്രധാനമായ കാരണമെന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളോടുള്ളൊരു ബാധ്യത, കടമ എന്നുള്ളത് മാധ്യമങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നോ അതിലുപരി സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളുടെ ഒരു പകുതി പോലും സാമൂഹ്യ മാധ്യമങ്ങൾക്കില്ല. ശരിയാണ്, വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി നടത്തുന്ന സാമൂഹ്യ മാധ്യമത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ഒരു പേജോ മറ്റോ പോലീസിൻ്റെയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെയോ പിടിയിൽ പെട്ടെന്ന് പെട്ടുപോകുവാനുള്ള സാധ്യത, ഒരു പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു ഭരണകൂടമാണ് സംസ്ഥാനത്തെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കോടതി, നമ്മുടെ നിയമവ്യവസ്ഥ എല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു കളിസ്ഥലം എന്ന് തന്നെ പറയാം, പ്ലേ ഗ്രൗണ്ട് ഈ സമൂഹത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അനുവദിച്ച് കിട്ടിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഉത്തരവാദിത്വ ബോധം ഒരല്പം കൂടുതൽ തന്നെ അവർ പുലർത്തേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ സമൂഹം തീർച്ചയായും ഒരു അരാജകത്വത്തിലേക്കും, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് എങ്ങനെയാണോ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് അതിലും മോശമായൊരവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവനായി തന്നെ പോകുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഇത്രയും ഒരാമുഖമായി പറയുവാനുള്ള ഒരു കാരണം, പത്മ പുരസ്കാരങ്ങളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ പത്മ പുരസ്കാര ജേതാക്കളിൽ പ്രധാനികളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പ്രധാനികളെ സംബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും വിശകലനങ്ങളും എല്ലാം വളരെ വിശദമായി തന്നെ പ്രേക്ഷകരോട് തത്വമയി ന്യൂസ് പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പത്മ പുരസ്കാര ജേതാവായി ഇന്ന് കേരളക്കരയെ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രമുഖനായ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വ്യക്തിയുടെ മുഖം മുൻനിർത്തിയാണ് ആ ഒരു മാധ്യമം, അതൊരു മാധ്യമ സ്ഥാപനമായിട്ടാണ്, സാമൂഹ്യ മാധ്യമത്തിലെ ഒരു മാധ്യമ സ്ഥാപനമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ തന്നെ ഓൺലൈനിൽ ഒക്കെയായിട്ട് വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ശാഖകൾ ആ മാധ്യമത്തിനുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയുടെ മുഖത്തെയാണ് അതൊരു സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു രൂപമായി അവർ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രചരണത്തിൻ്റെ പ്രധാന കാരണം. ആ വ്യക്തിയാണ് ആ മാധ്യമമാണ് ആ വ്യക്തി, അല്ല എന്നൊക്കെ അദ്ദേഹം പറയുമെങ്കിൽ ആ വ്യക്തി തന്നെയാണ് ആ മാധ്യമം. ആ മാധ്യമത്തിൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വന്ന പത്മശ്രീ പുരസ്കാരത്തിനോടനുബന്ധിച്ചൊരു വാർത്ത ആണ് ഇത്തരത്തിലുള്ളൊരു ആമുഖം നിങ്ങളോട് പറയുവാൻ എന്നെ നിർബന്ധിതനാക്കിയത്. സംഗതി മറ്റൊന്നുമല്ല, ഈ പഴത്തിൻ്റെ ഇടയിൽ സൂചി വയ്ക്കുക എന്ന് പറയില്ല, അത്തരത്തിലാണ് ഇദ്ദേഹം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിഷ്പക്ഷനായൊരു മാധ്യമ പ്രവർത്തകനാണ്, സത്യസന്ധനാണ്, ഇതൊക്കെയാണ് ശരിയാണ്. പല വാർത്തകളും സധൈര്യം അദ്ദേഹം പ്രേക്ഷകരുടെ മുമ്പിൽ കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല, മാറ്റവുമില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ഉമ്മൻചാണ്ടി ഭക്തനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്. അതിനും മാറ്റമൊന്നുമില്ല. അതും വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം എത്ര നിഷേധിച്ചാലും അദ്ദേഹത്തിൻ്റെ വാർത്താവതരണങ്ങളും അദ്ദേഹം നൽകുന്ന വാർത്തകളും അദ്ദേഹം നടത്തുന്ന വിശകലനങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായും മനസ്സിലാവും. അതിനും തെറ്റൊന്നുമില്ല. കാരണം വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും, ഭരണഘടന അംഗീകരിച്ച ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം പുലർത്തുവാനുള്ള സ്വതന്ത്രാധികാരം നമ്മുടെ രാജ്യത്തുണ്ട്.
അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും മാറ്റിവെച്ചിട്ട് വേണം വാർത്തകൾ നൽകുവാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് വാർത്തകളോ വിശകലനങ്ങളോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് വ്യക്തമായി പറയണം. അല്ലാതെ നിഷ്പക്ഷരായ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ നിഷ്പക്ഷരായിരിക്കണം. ഇപ്പോൾ തത്വമയി ന്യൂസിൻ്റെ കാര്യം എടുത്താൽ വാർത്ത രാഷ്ട്രവൈഭവത്തിന് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് തത്വമയി ന്യൂസ് വാർത്തകളും വിശകലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തത്വമയി ന്യൂസിൻ്റെ ഒരു ആശയധാര അല്ലെങ്കിൽ തത്വമയി ന്യൂസ് പിന്തുടരുന്ന ഒരു വിചാരധാര എന്താണ് അല്ലെങ്കിൽ ഒരു ആശയധാര എന്താണെന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അതിൽ സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല. നിഷ്പക്ഷത എന്നുള്ളത് ഒരു കപടതയാണ് എന്നാണ് തത്വമയി ന്യൂസ് വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു നിഷ്പക്ഷത എന്നുള്ളൊരു കപടമുഖം മൂടിയാണ് ഞാൻ ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് സംബന്ധിച്ച് അദ്ദേഹം നൽകിയ വാർത്ത. നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ ഈ പത്മ പുരസ്കാരത്തിനൊരു ആധികാരികത നൽകുകയും, അതായത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം മുതൽ നഷ്ടപ്പെട്ടു പോയൊരു ആധികാരികത പത്മ പുരസ്കാരത്തിന് തിരിച്ചു കൊണ്ടുവരികയും അറിയപ്പെടാത്ത എന്നാൽ അർഹതപ്പെട്ട പലർക്കും ഈ പുരസ്കാരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു എന്നുള്ള തേൻ പുരട്ടിയൊരു പഴം മുന്നിലേക്ക് വെച്ച് അതിനുള്ളിൽ വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിലുള്ളൊരു പുരസ്കാരം നൽകി അതിൻ്റെ വില വീണ്ടും കളയുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ള വാർത്തയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്, അല്ലെങ്കിൽ ഈ മാധ്യമം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പഴത്തിനുള്ളിൽ ഒരു സൂചി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വാർത്താ പ്രക്ഷേപണ രീതി. അപ്പോൾ ഇതിലേക്കൊന്ന് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയും വിമർശിച്ചതാണോ വർഗീയവാദം? അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്താണ് വർഗീയത? സത്യസന്ധമല്ലാത്ത എന്ത് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്? ഇതൊന്നും വ്യക്തമാക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. വെള്ളാപ്പള്ളി നടേശന് ഭ്രാന്ത് പിടിച്ചു, വെള്ളാപ്പള്ളി നടേശൻ പിച്ചും പേയും പറയുന്നു തുടങ്ങിയ നിരവധി വാർത്തകൾ ഇതിനു മുമ്പും വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ലക്ഷ്യമിട്ട് ഇദ്ദേഹം നൽകിയിരുന്നു. അതും ഈ ഒരു വാർത്തയും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രേമമാണ് തെളിഞ്ഞു വരുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രത്യക്ഷമായി എതിർക്കുന്നത് കോൺഗ്രസിനോട് സഖ്യത്തിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. 2026 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകും എന്നുള്ളൊരു ധാരണ പൊതുവെ സമൂഹത്തിൽ പരത്തുവാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് ഇദ്ദേഹവും. അതിനൊരു വിഘാതമായി വെള്ളാപ്പള്ളി നടേശൻ്റെ നടപടികളും പ്രസ്താവനകളും ഉയർന്നു വരുമോ എന്നുള്ളൊരു ഭയമാണ് ഇദ്ദേഹത്തെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നതെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കാരണം UDF അധികാരത്തിൽ വരേണ്ടത് അദ്ദേഹത്തിൻ്റെ മോഹം മാത്രമല്ല, ആവശ്യവും കൂടിയാണ്. അതിൻ്റെ പ്രധാന കാരണം പിണറായി വിജയനുമായി തീർത്താൽ തീരാത്ത ശത്രുത അദ്ദേഹം വലിച്ചു തലയിൽ വെച്ചിട്ടുണ്ട്. പിണറായി വിജയനുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് വ്യക്തിപരമായൊരു ശത്രുതയില്ലെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തെ ഭരിക്കുമ്പോൾ കേരളത്തിലൊരു പൗരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെയും ശത്രു തന്നെയാണ് അദ്ദേഹം. കാരണം ഒരു തികഞ്ഞ പരാജയമാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിലും ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് പോയി എന്നുള്ള ആരോപണങ്ങൾ നേരിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ പലതവണ ജയിലിലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമതൊരിക്കൽ കൂടി പിണറായി അധികാരത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റിന് ചുറ്റും താൻ ശയനപ്രദർശനം ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നതുമില്ല ഞാൻ. അതിനു വേണ്ടിയിട്ട് തന്നെ UDFനെ അധികാരത്തിലെത്തിച്ച് അത്തരത്തിലൊരു ശയന പ്രദർശനത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് സ്വയം ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണകൾ സമൂഹത്തിലേക്ക് പടർത്തരുത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ? വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും തുറന്നു പറയും. അതിൽ ഈ ഇംഗ്ലീഷിൽ ഫിൽറ്റർ എന്ന് പറയും. അതിനൊരു മറയില്ലാതെ അല്ലെങ്കിൽ നാക്കിന് ലൈസൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ല. അത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്താറുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളിൽ ഒരു 90% സത്യസന്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്. കാരണം അത് 2016 തോന്നുന്നു മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാകട്ടെ, MM മണിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാകട്ടെ, മലപ്പുറത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാകട്ടെ, മാറാട് കലാപത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാകട്ടെ, ഇതിലെല്ലാം അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുറച്ചുകൂടി മാന്യമായ പദപ്രയോഗം നടത്തിക്കൂടെ
മിസ്റ്റർ നടേശൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. അത് കാരണം പദപ്രയോഗത്തിൻ്റെ മാന്യത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ ഒരു പൊതുമണ്ഡലത്തിൽ വരുമ്പോൾ അത് തീർച്ചയായും ഒരു മാന്യത പുലർത്തേണ്ടത് അത്യാവശ്യവുമാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ഇദ്ദേഹം വർഗീയവാദിയാണെന്ന് അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് തികച്ചും എന്താ പറയുക, ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപം തന്നെയാണെന്ന് പറയാതെ വയ്യ. തിരിച്ച് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് പബ്ലിസിറ്റി കിട്ടാനോ അല്ലെങ്കിൽ ഒരു പരസ്യം കിട്ടാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. വേണ്ട, എന്തിനാ പറയുന്നത്? അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അദ്ദേഹം ഈ വീഡിയോ കാണുമോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും ആരെങ്കിലും ആ ചോദ്യം അദ്ദേഹത്തിനോട്, എൻ്റെ പേര് പോലും അല്ലെങ്കിൽ തത്വമയി ന്യൂസിൻ്റെ പേര് പോലും പറയാതെ ഈ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് പത്മ പുരസ്കാരം കൊടുക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? ഈ സമീപകാലത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയ, എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, അദ്ദേഹം വെളുപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഗണേഷ് കുമാറിനോ? അതോ കേരളത്തിലെ പീഡനത്തിന് പുതിയൊരു മാനദണ്ഡം തന്നെ, ഒരു എന്താ പറയുക, പീഡനത്തിൻ്റെ ഒരു പുതിയ ഡെഫിനിഷൻ തന്നെ സൃഷ്ടിച്ച് പല പീഡനങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു ലൈംഗിക അരാജകത്വം കേരളത്തിലൊട്ടാകെ ഓടി നടന്ന് പരത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനോ? രാഹുൽ മാങ്കൂട്ടം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശാനായിട്ട് ഗണേശന് വെള്ളപൂശാൻ അദ്ദേഹം വാങ്ങിയ പെയിൻറ്റിനേക്കാൾ കൂടുതൽ ലാമിനേഷനുള്ള പെയിൻ്റാണ് അദ്ദേഹം വാങ്ങിയത് എന്നാണ് വിമർശകർ പറയുന്നത്. അതൊരു പരിധിവരെ സത്യവുമാണ്. ഇവർക്കൊക്കെയാണോ പത്മശ്രീ പുരസ്കാരം കൊടുക്കേണ്ടത്, പത്മവിഭൂഷൺ പുരസ്കാരം കൊടുക്കേണ്ടത്? അറിയില്ല. അദ്ദേഹം തന്നെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വിമർശനാതീതനാണോ? തീർച്ചയായും അല്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷ തീർച്ചയായും വിമർശന വിധേയമാകേണ്ടതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് തിരുത്തുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സാധ്യതയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം, വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ. പക്ഷേ അതിനെ വിമർശിക്കുവാനുള്ള, വെള്ളാപ്പള്ളി നടേശൻ്റെ ഏതൊരു നയത്തെയും വിമർശിക്കുവാനുള്ള അവകാശം ഭാരതത്തിലെ ഏതൊരു പൗരനുമുണ്ട്. പക്ഷേ ആ വിമർശനത്തിൽ ഒരു സത്യസന്ധത പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രമുഖമായൊരു മാധ്യമമായി, മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊരു പകരക്കാരനായി നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഉത്തരവാദിത്തം കുറച്ചധികം തന്നെയുണ്ട്. നമസ്കാരം.